പിന്നെ അങ്ങവനിയെ കൊണ്ടുപോയി ഒളിച്ചുടൻ പന്നക രോഗത്തിങ്കൽ നിന്ന് സുരേന്ദ്രൻ തന്നെ പന്നിയായി ചെന്നു കീറി കൊന്നു തേറ്റമേലേറ്റി വന്നു ഭൂമിയെ സ്ഥാനത്താക്കിയ വിഭോ ജയ. ദുഗ്ധവാരിധി മദനാന്തരേ താഴും ഗിരിസത്തമം പൃഷ്ഠേ ധരിച്ചാമയായി അതിന്മീതെ പത്രിയായിരുന്നുയർന്നേറാതെ സമം ചെയ്തു നിർത്തി രക്ഷിച്ചുണ്ടായോരമൃതം കവർന്നോരു ശത്രുക്കളുടെ മുമ്പിൽ മോഹിനി വേഷം പൂണ്ടു സത്വരം ചെന്നു മോഹിപ്പിച്ചതു കൊണ്ടുപോന്നു. നിർജരേന്ദ്രാദികൾക്കു സൽക്കരിച്ചഴൽ തീർത്ത സജ്ജന ഹൃദിസ്ഥിത നിത്യനിർമ്മല പ്രഭോ. ഭക്തവത്സലനായ നിങ്കലങ്ങേറും മഹാഭക്തി കണ്ടതു സഹിയാഞ്ഞു മത്സരത്താലേ ശത്രുത മുഴുത്തുപദ്രവിച്ചു പലവിധം പുത്രനങ്ങേലാഞ്ഞുടൻ നിഗ്രഹോപായങ്ങളും മത്വാഭിവാഴും ധനുജേന്ദ്ര ദൃഷ്ടാന്തത്തിങ്കൽ മധ്യേ തൂൺ പിളർന്നവതരിച്ചു സരഭസം ദുഷ്ടനെ വധിച്ചുടൻ ഭക്തനാം അവനെയും ഇഷ്ടവസ്ഥാനങ്ങളും രക്ഷിച്ച നരഹരേ. നഷ്ടദേവേന്ദ്രത്വം ചേർന്നത്യന്തം തഥൈവ സന്തുഷ്ട്യാഭിപ്രസീദ കാരുണ്യവാരിധേ വിഭോ. നമസ്തേ നാരായണ നമസ്തേ നരകാരേ നമസ്തേ മുരഹര മധുകൈടഭാരാധേ നമസ്തേ ഋഷികേശ നമസ്തേ ഭക്തപ്രിയ നമസ്തേ സമസ്തേശ നമസ്തേ നമോസ്തുതേ. ഇങ്ങനെ വിരിഞ്ച മുഖ്യാദികൾ വാഴ്ത്തുന്നേരം ചിങ്ങമാസത്തിൽ ശുക്ലപക്ഷദ്വാദശി സ്ഥിതോ വന്നൊരുമിച്ച വിഷ്ണോക്ഷാഭിജിൽ കാലേ ദിനേശോന്നതേ ദിനമധ്യേ പുരുഷോദയേ ശുഭേ. ത്രൈലോക്യ വിജയ സല്ലക്ഷണ മുഹൂർത്തകേ ലീലാ കൗതുകമന്ത മാരുത ഗുണത്രയേ ദിക്കുകളെല്ലാം തെളിഞ്ഞത്രയും പ്രകാശിച്ചു പുഷ്കര ചക്രത്തിങ്കൽ അർക്കാദി ഗ്രഹങ്ങളും വക്രചാരങ്ങൾ പാടെന്നിത്യാദി പിഴകൾ തീർന്നൊക്കവേ വേണ്ടും വണ്ണം സുസ്ഥിതി ചെയ്താരല്ലോ. ഭൂമിയും പ്രസാദിച്ചു കോൾമയിർ കൊള്ളും വണ്ണം പ്രേമമുൾക്കൊണ്ടു വസന്താഭയാ വിളങ്ങിനാൾ. ഭൂദേവാദികളായ സാധുക്കൾ ചിത്തങ്ങളും മോദമോടാനന്ദിച്ചു പാവകൻ വലം നിന്നു ദേവകളെല്ലാം പരമാനന്ദിച്ചിതു മേന്മേൽ ദേവവാദ്യങ്ങളെല്ലാം ഘോഷിച്ചു താനേ തന്നെ. ദേവമാധവങ്ങളും ഭൂമലരുതിർത്തതങ്ങാവോളം മേളിച്ചാർ ദേവകൾ പലവിധം. അന്നേരം അതിഥിതൻ ഗർഭകനായ നാഥൻ മന്നിലങ് അവതരിച്ചിടിനാൻ മായാവശാൽ വാമനവേഷത്തോടെ മാധവ ചിഹ്നമെല്ലാം പൂമയിൽ അലങ്കരിച്ചങ്ങനെ കാണായി വന്നു. കശ്യപൻ ദാനം പരമാനന്ദാത്മനാ കണ്ടു കശ്യപീവരൻ തന്നെ സ്തുതിച്ചു വന്ദിക്കുമ്പോൾ വിഷ്ണു ചിഹ്നങ്ങളെല്ലാം മറച്ചു ജഗന്നാഥൻ ജിഷ്ണു സോദരൻ വടുരൂപിയായി വിളങ്ങിനാൻ. ഓം ശ്രീവാമനരൂപിണേ നമഃ. ഓം ശ്രീവാമനരൂപിണേ നമഃ. ഓം ശ്രീവാമനരൂപിണേ നമഃ. ഓം ശ്രീവാമനരൂപിണേ നമഃ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ.
വിഷ്ണു ചിഹ്നങ്ങളെല്ലാം മറച്ചു ജഗന്നാഥൻ വിഷ്ണു സോദരൻ വടുരൂപിയായി വിളങ്ങിനാൻ. ജാതകർമാതിക്രിയാനീതികൾ ചെയ്തങ്ങുപനീതനായി ചമഞ്ഞങ്ങു നിന്നപ്പോൾ അനുക്ഷണം ദേവതമാരെല്ലാരും പ്രത്യക്ഷ രൂപേണ വന്ന ആവിരാനന്ദത്തോടെ നൽകിനാർ തച്ചിഹ്നങ്ങൾ. ബ്രഹ്മസൂത്രത്തെ ബൃഹസ്പതി മേഖല താതൻ ബ്രഹ്മചാരിക്ക് കൃഷ്ണാജിനങ്ങ അവനിയും ദണ്ഡം അബ്ജനും ആച്ഛാദന കൗപീനം ചെമ്മേ ദണ്ഡമെന്നിയേ മാതാവതിഥി ഛത്രം ദ്യോവും പുണ്ടരീകജൻ കമണ്ഡലവും സരസ്വതി പുണ്യമാലികാം ഭിക്ഷാം അംബികാ ഭഗവതി. പിന്നെയും ഉചിതങ്ങളായതൊക്കെയും മുഹുരന്യൂനാദരം കൊടുത്തിടിനാർ ഉചിതന്മാർ. സമ്മാനമാർഗാൽ പരിപൂർണനായി ചമഞ്ഞതി നിർമ്മലനേവം പരിവർത്തിച്ചാനന്തരം ധർമ്മേണ ഭിക്ഷാടനം ചെയ്തേവം മഹാബലി നർമ്മദോത്തര തീരത്തിങ്കൽ വന്നനുദിനം വാജിമേധങ്ങൾ കൊണ്ടു യജിക്കും പ്രകാരങ്ങൾ വ്യാജചേതസാ ബഹുമാനേന കേൾക്കായപ്പോൾ സാദരം അവനെ കണ്ടേതാനും അർത്ഥിക്കുമ്പോൾ മോദേന നൽകുന്നത് കൊള്ളാമെന്നെല്ലാം ചൊല്ലി. മായമെന്നിയെ വയസ്യന്മാരെ ബോധിപ്പിച്ചു പോയവൻ മഹാബലിതാനനുദിനം ചെയ്യും യാഗശാലയ്ക്കു തുലോം അടുത്തു ഭൃഗുകച്ഛം ആഗമിച്ച് ഋത്തിക്കുകൾ ബഹുമാനിക്കും വണ്ണം ചെന്നിരുന്നതു കണ്ടു വന്ദിച്ചു സകലരും. വന്നെഴും ബഹുമാനത്തോടിവൻ ആരെന്നതും തങ്ങളിൽ തിരിക്കരുതാഞ്ഞതിലുടൻ ചിലർ അങ്ങു ചെന്നതു മഹാബലിയോടറിയിച്ചു. ബ്രഹ്മചാരിയെ പ്രശംസിച്ചു കേട്ടകതാരിൽ സമ്മോദം വളർന്നതി ഭക്തനാം അസുരേന്ദ്രൻ. ചെമ്മേ താനത നിജാചാര്യേണ സാഗം ചെന്നു സമ്മാനിച്ചർഘ്യപാദ്യാദ്യങ്ങളാൽ പൂജിച്ചുടൻ വന്ദിച്ചു കൂട്ടിക്കൊണ്ടു ചെന്നു തൻ മാന്യസ്ഥാനെ വന്ധ്യപുരു പൂരുഷൻ തന്നെ വസിപ്പിച്ചനന്തരം ചൊല്ലിനാൻ അതിദിവ്യനാകിയ ഭവാനിപ്പോൾ അല്ലലിൽ വലഞ്ഞുഴന്നിടുമെൻ ഗൃഹത്തിങ്കൽ കല്യാണാത്മക കനിഞ്ഞിങ്ങെഴുന്നള്ളിയ മൂലം എല്ലാമൻ കുലത്തോടെ ശുദ്ധമായി വന്നേനഹം. മൽപ്രിതൃക്കളും പരിതൃപ്തരായി വന്നാരല്ലോ മൽക്രതുക്കളും പരിപൂർണമായി വന്നിതിപ്പോൾ നിശ്ചയം എന്നിത്യാദി സൽക്കാരമാനങ്ങളും അർച്ചിച്ചു പറഞ്ഞു നിൽക്കുന്നവൻ കൂടെ തന്നെ ചോദിച്ചാൻ. എവിടെ നിന്നിങ്ങെഴുന്നള്ളത്തിപ്പോൾ ആധിക്യമേറും ഭവാൻ തന്നെ ഞാൻ അറിഞ്ഞീല. താതനാരെന്നും മാതാവാരെന്നും പേരെന്തെന്നും ഏതൊരു ദിക്കിനധിവസിപ്പൂ ന്യായമെന്നും കൂടെ മറ്റാരുള്ളതെന്നും പുനരകതാരിലൂടെ എന്തപേക്ഷ എന്നുള്ളതും എന്നോടെല്ലാം നേരെ ചൊല്ലുക എന്നതു കേട്ടുടൻ വടുരൂപി സാരനാ മഹാബലിയോടു താൻ ചൊല്ലിയിടിനാൻ. ഞാനൊരു തപോധന നന്ദനൻ നിരാധാരൻ ദീനനായി മഹാത്മാക്കളാധാരമായുള്ളവൻ താനേ പോന്നിതു. സഹായികളില്ലാരും തന്നെ സാനന്ദം പലയിടത്തും സഞ്ചരിക്കയും ചെയ്യും. പേരവരെല്ലാം അന്നു പലതരം ഓരോരോ നിമിത്തങ്ങൾക്ക് ഓരോന്നേ ചൊല്ലിപ്പോരൂ. മൂലങ്ങൾ അവയോരോന്നറിവാനരുതാതെ ബാലനെന്തഹോ പറയുന്നതു മഹാമതേ. നീയൊരു മഹാത്മാ ധർമ്മിഷ്ഠൻ എത്രയും നിത്യം
മായമെന്നിയേ ദേവബ്രാഹ്മണ പിതൃഭക്തൻ ദാനവാന്വയത്തിങ്കൽ പണ്ടു കീഴുണ്ടായതിൽ അത്യുത്തമൻ മഹാബലി ദീനന്മാരപേക്ഷിച്ചതെല്ലാമേ മടിയാതെ ദാനം ചെയ്തിടുന്നു പോലാവോളം ദിനം പ്രതി മാനസം തെളിഞ്ഞവമെല്ലാരും ചൊല്ലിയിടുന്നിതാനന്ദത്തോടെ കേട്ടു കാൺമാനായി വന്നിടിനേൻ. വാമനൻ പറഞ്ഞതു കേട്ടുടൻ വൈരോചനി താമസമൊഴിഞ്ഞു ചൊല്ലിയിടിനാൻ, എടോ വടോ നീ തവ മനോ